പട്ടണം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ കൊച്ചിയുടെ വളരെ അടുത്തുള്ള ഏതാണ്ട് 30 കിലോമീറ്റർ മാത്രം കൊച്ചിയിൽ നിന്ന് വടക്കോട്ട് പോയാൽ കൊടുങ്ങല്ലൂരിന് തെക്കുവശത്തായിട്ട് ഉള്ള ഒരു തീരദേശ സ്ഥലമാണ് ഈ പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ വടക്കൻ പറവൂരിൻ്റെ വളരെ അടുത്താണ്. വടക്കൻ പറവൂരിനും ഈ പറയുന്ന കൊടുങ്ങല്ലൂരിനും ഇടയിൽ വരുന്ന ഒരു കവലയ്ക്ക് തന്നെ പട്ടണം കവല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ NH ഹൈവേയിൽ നിന്ന്, ആ ജംഗ്ഷനിൽ നിന്ന്, പട്ടണം കവലയിൽ നിന്ന് പടിഞ്ഞാറേക്ക് കഷ്ടിച്ച് 1 കിലോമീറ്റർ മാറിയാൽ കാണുന്ന ഒരു പുരാവസ്തു സൈറ്റാണ്. വലിയ ഉത്ഖനനങ്ങൾ നടന്ന ഒരു സൈറ്റാണ് ഈ പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ പട്ടണം എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മുടെ ദ്രാവിഡത്തിലുള്ളതാണ്, അത് സംസ്കൃതത്തിൽ നിന്നുള്ളതല്ല. അപ്പോൾ അത് ഭാഷയിൽ വന്നിരിക്കുന്നത് പ്രാചീനമായ തുറമുഖ തുറകളെയാണ് ഈ പട്ടണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട് ടൗണുകളാണ് ഈ പട്ടണം എന്ന് പറഞ്ഞാൽ. ഒരുപാട് നമുക്കറിയാം, നാഗപട്ടണമുണ്ട്, തേങ്ങാപ്പട്ടണമുണ്ട്. സൗത്ത് ഇന്ത്യയിലെമ്പാടും തെക്ക് വശത്തും കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും നമ്മുടെ ഇന്ത്യയുടെ, സൗത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി തീരദേശ പോർട്ടുകളെ ഈ പട്ടണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ നഗരം എന്ന രീതിയിൽ, കടലുണ്ടി നഗരം, തേങ്ങാപ്പട്ടണം, നാഗപട്ടണം എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോർട്ട് ടൗണാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഇൻലാൻഡ് പോർട്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ പഴയ കാലത്ത്, മധ്യകാലത്തിന് മുമ്പ് വെള്ളം കയറിക്കടന്നിരുന്ന സ്ഥലത്ത് പ്രധാനപ്പെട്ട ഒരു തുറ തന്നെ ആയിരുന്ന ഒരു പട്ടണം, അല്ലെങ്കിൽ വലിയ വിപുലമായിട്ടുള്ള മഹോദയപുരത്തിൻ്റെ, മുജിരി പത്തനത്തിൻ്റെ, അല്ലെങ്കിൽ മുയിരിക്കോട് എന്നൊക്കെ പറയുന്ന പ്രാചീനമായ കൊടുങ്ങല്ലൂരടക്കം വരുന്ന വലിയ ഒരു തുറ സംഘാതത്തിൻ്റെ, അല്ലെങ്കിൽ തുറകളുടെ നിരവധി കൂട്ടങ്ങളിൽ വരുന്ന ഒരു ഇൻലാൻഡ് പോർട്ടായിരിക്കാം പട്ടണം എന്ന രീതിയിലാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഏറ്റവും ലോകശ്രദ്ധയിലേക്ക് ഈ കേരളത്തിലെ പട്ടണത്തെ കൊണ്ടുവന്നത് അത് അറേബ്യൻ കടലിൻ്റെ തീരത്തുള്ള കൊച്ചിയുമായി ബന്ധപ്പെട്ട പഴയ മുസിരിസിനും, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തിനും പുതിയ 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഉയർന്നു വന്നിട്ടുള്ള തുറന്ന ഒരു കൊച്ചഴിയാണ് കൊച്ചി എന്ന് പറയുന്നത്. ചെറിയ അഴി എന്ന അർത്ഥത്തിലാണ് കൊച്ചഴി, കൊച്ചൈ എന്നാണ് സാധാരണ നാട്ടുഭാഷയിൽ ജനങ്ങൾ പറയുന്നത്. പക്ഷേ അതിനെപ്പോലും ഗോശ്രീയാക്കി മാറ്റുന്ന, പശുവിൻ്റെ ഐശ്വര്യവുമായി ബന്ധിപ്പിക്കുന്ന ഒരു വലിയ വ്യവഹാരം കൊച്ചിയിൽ തന്നെ വളരെ പ്രബലമായിരുന്നു നമുക്കറിയാം. കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് ഈ വൈപ്പിൻ ദ്വീപിലേക്കുള്ള 3 പാലങ്ങൾ സഹോദരൻ അയ്യപ്പൻ്റെ ഭാവനയിലുണ്ടായതാണ്. അദ്ദേഹമാണ് കൊച്ചിയുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ആ കാലത്ത് 1950കളിൽ അതിനുവേണ്ടി ഫണ്ട് അലോക്കേറ്റ് ചെയ്തതും ബഡ്ജറ്റിലേക്ക് അതിനെ കൊണ്ടുവന്നതും ഒക്കെ തന്നെ സർവേ നടത്തുകയും, ആദ്യ സർവേ നടത്തുകയും ബഡ്ജറ്റ് അലോക്കേഷൻ വരെ കൊണ്ടുവന്നത് സഹോദരൻ അയ്യപ്പനാണ്. പക്ഷേ ഇത് 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, കഴിഞ്ഞ 20 വർഷം മുമ്പ് അത് പൂർത്തിയായപ്പോൾ ജനങ്ങൾ പലരും ആവശ്യപ്പെട്ടു, അതിന് സഹോദരൻ്റെ ഭാവനയിൽ വന്നതാണ്, അതിന് സഹോദരൻ അയ്യപ്പൻ പാലങ്ങൾ എന്ന പേരിടണം. പക്ഷേ അതിന് പോലും ഗോശ്രീ എന്ന ഒരു പേര് കൊണ്ടുവന്ന് പശുവിൻ്റെ ഐശ്വര്യവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചാണകതന്ത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിൽ പോലും നടന്നത് എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ കേരളത്തിൽ പോലുമുള്ള ഹൈന്ദവ ബ്രാഹ്മണിക മൂല്യങ്ങളുടെയും അവരുടെ ഭാഷണ തന്ത്രങ്ങളുടെയും ഒക്കെ അധീശത്വം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതായാലും ഈ കൊച്ചഴിയായിട്ടുള്ള കൊച്ചിക്കും 1341 പെരിയാറ്റിലുണ്ടായ വലിയ വെള്ളപ്പൊക്കത്തിലൂടെ കൊടുങ്ങല്ലൂർ തുറ അടഞ്ഞു പോയപ്പോൾ തെക്കോട്ട് വന്ന് പെരിയാറിൻ്റെ ചില കൈവഴികൾ തുറക്കുകയും അങ്ങനെ ഉണ്ടായ കൊച്ചഴി, ഇതിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഈ പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ ആ പട്ടണത്തിൻ്റെ പ്രത്യേകത ലോകവുമായിട്ടുള്ള കേരളത്തിൻ്റെ വാണിജ്യ, സാംസ്കാരിക വിനിമയങ്ങൾ, ബന്ധങ്ങൾ തുറക്കുന്ന പുരാവസ്തു തെളിവുകൾ തന്നിട്ടുള്ള ഒരു പ്രദേശം എന്നുള്ളതാണ്. 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അവിടെ ഉത്ഖനനം ആരംഭിക്കുകയും കേരള പുരാവസ്തു വകുപ്പിൻ്റെയും പിന്നീട് KCHRൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പഠനങ്ങൾ, പുരാവസ്തു ഗവേഷണങ്ങൾ നടക്കുകയും പ്രൊഫസർ PJ ചെറിയാൻ്റെ നേതൃത്വത്തിലാണ് ഏറ്റവും അധികം പഠനങ്ങൾ അവിടെ പിൽക്കാലത്ത് വന്നിട്ടുള്ളത്. നിരവധി വർഷങ്ങൾ, സീസണുകൾ അവർ എക്സ്കവേഷൻസ് നടത്തുകയും 100 കണക്കിന് ട്രെഞ്ചുകൾ എടുക്കുകയും അവിടെ നിന്നൊക്കെ തന്നെ നിരവധി ചരിത്ര പുരാവസ്തു അവശിഷ്ടങ്ങൾ, കളിമൺ പാത്രങ്ങളായിട്ട്, പിഞ്ഞാണപാത്രങ്ങളായിട്ട്, ബീഡുകളായിട്ട്, മുത്തുകളായിട്ട്, പോട്ടറിയിലുള്ള ലിഖിതങ്ങളായിട്ട് തന്നെ ലിഖിത തെളിവുകൾ അടക്കം
പുറത്തേക്ക് വരികയും ശില്പശകലങ്ങൾ പുറത്തേക്ക് വരികയും വലിയ ഇഷ്ടികയുടെ എടുപ്പുകൾ, അതിൻ്റെ അടിത്തറകൾ പുറത്തേക്ക് വരികയും ഒരു വാർഫ് എന്ന് പറയാവുന്ന ഒരു ചെറിയ തുറയുടെ വാർഫ്, ഒരു വലിയ കാനോ, ഒരു വലിയ തോണിയുടെ ആഞ്ഞിലിയിലുള്ള ഒരു വലിയ 6-7 മീറ്റർ നീളത്തിലുള്ള ഒരു ഡഗ്ഔട്ട് കാനോ, ഒരു സിംഗിൾ മോണോ വുഡിൽ തുരന്നെടുത്തിരിക്കുന്ന ഒരു കാനോയും അതുപോലെ തന്നെ ആ വലിയ ഇഷ്ടികയിൽ കെട്ടിപ്പടുത്തിരിക്കുന്ന ആ വാർഫിൻ്റെ അല്ലെങ്കിൽ ആ പോർട്ടിൻ്റെ അവശിഷ്ടവും ഒക്കെ തന്നെ അവിടുന്ന് പുറത്തേക്ക് വരികയുണ്ടായി. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഡിസ്കവറി എന്ന് പറയുന്നത് അവിടെ നിന്ന് വന്നതും ഈ ബ്രാഹ്മി ലിഖിതമാണ്. അശോകൻ ബ്രാഹ്മി അതിൻ്റെ തെക്കൻ വഴക്കമായിട്ടുള്ള തമിഴ് ബ്രാഹ്മിയിൽ എഴുതിയിട്ടുള്ള അമണ എന്നുള്ള ഒരു ലിഖിതമാണ്. പല ലിഖിതങ്ങൾ വന്നു, അത് പലതും പൂർണ്ണമായും വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. കാരണം ഈ പട്ടണം വെയർ, ഇന്ത്യൻ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്നൊക്കെ പറയുന്ന ഭിക്ഷാപാത്രങ്ങളിലാണ് ബുദ്ധഭിക്ഷുക്കളും ഭിക്ഷുണിമാരും ഉപയോഗിച്ചിരുന്ന ആ ഭിക്ഷാപാത്രങ്ങളുടെ ബെഗിങ് ബൗളിൻ്റെ ശകലങ്ങളിൽ, ആ റിമ്മിലാണ് ഈ അമണ എന്നുള്ള എഴുത്ത് വന്നിരിക്കുന്നത്. അമണ എന്ന് പറഞ്ഞാൽ തമിഴിലാണ്, ഭാഷ തമിഴാണ്. സംസ്കൃതത്തിലും അല്ലെങ്കിൽ പാലിയിലുമൊക്കെ ശ്രമണ എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള നമ്മുടെ നാഗരിയിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യത്തിൽ ദ്രാവിഡത്തിൽ പറയുന്ന ഒരു ഭാഷയാണ്, തമിഴിൽ പറയുന്ന ഒരു പേരാണ് അമണ എന്ന് പറയുന്നത്. നമ്മുടെ അമനകര തന്നെ നമുക്കറിയാം, വെള്ളിലാപ്പള്ളി എന്ന പ്രദേശത്ത് കോട്ടയം ജില്ലയിൽ അമനകര തന്നെയുണ്ട്, അമണരുടെ കരയാണ്. ചിലയിടത്ത് ചമണ എന്നാണ് പറയുന്നത്, ശ്രമണരെ ചിലയിടത്ത് ചമണ എന്ന് പറയുന്നത്. ഇപ്പോൾ ചെമ്മനം പടിയുണ്ട്, ചെമ്മനം പതിയുണ്ട്, ചെമ്മന കരിയുണ്ട്, അങ്ങനെ നിരവധി ചെമ്മനം വെച്ചിട്ടുള്ള ഒരുപാട് സ്ഥലനാമങ്ങൾ നമുക്കുണ്ട്. അതെല്ലാം ശ്രമണരുടെ അല്ലെങ്കിൽ ബൗദ്ധ ജൈന ഭിക്ഷു സംഘങ്ങളുടെ അവരുടെ കാലാന്തരത്തിലുള്ള വരവിനെയും പാർപ്പിടത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും സംഘ മിഷണറി പ്രവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്ന സ്ഥലനാമങ്ങളാണ്. അപ്പോൾ അങ്ങനെ അമണ എന്നെഴുതിയ കൃത്യമായ ഒരു ഭിക്ഷാപാത്രത്തിൻ്റെ ശകലമാണ് അവിടുന്ന് ലഭിച്ചത്. ഇപ്പോൾ ബ്രാഹ്മി ലിഖിതം, തമിഴ് ബ്രാഹ്മിയിലുള്ള ലിഖിതം, ഭാഷ തമിഴാണ്. പിന്നെ ലിപി എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രാഹ്മി ധമ്മലിപിയുടെ രൂപത്തിലാണ്, തെക്കൻ തമിഴക വഴക്കത്തിലാണ് അത് വന്നിട്ടുള്ളത്. അത് പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതോടുകൂടി വളരെയധികം യാഥാസ്ഥിതിക ഹൈന്ദവ പൊതുബോധം പറ്റുന്ന സഖ്യങ്ങൾ, ചരിത്ര സഖ്യങ്ങൾ, ആസ്ഥാന ചരിത്ര വിശാരദന്മാർ ഇവരൊക്കെ തന്നെ പട്ടണത്തെ പര്യവേഷണം അവസാനിപ്പിക്കണം. അത് ഓക്സ്ഫോർഡ് സർവകലാശാലയും അതുപോലെ തന്നെ ചൈനയിലെ ബീജിംഗ് സർവകലാശാലയും ഒക്കെ ബന്ധപ്പെട്ട് നിരവധി സീസണുകൾ അവിടെ പ്രൊഫസർ ചെറിയാൻ ഉത്ഖനനം നടത്തുകയും ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയും ആ ഉത്ഖനനത്തിൻ്റെ എക്സ്കവേഷൻ റിപ്പോർട്ടുകൾ തന്നെ ഡീറ്റെയിൽഡായിട്ട് 2-3 റിപ്പോർട്ടുകൾ തന്നെ പുസ്തക രൂപത്തിൽ ലഭ്യമായിരിക്കുകയും KCHR തന്നെ അത് ഇറക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ യഥാർത്ഥ പ്രബുദ്ധ ചരിത്രം, കീഴടിയിൽ തെളിഞ്ഞതുപോലെയുള്ള ഉതിരൻ, ആദൻ, തിസ്സൻ എന്നൊക്കെയാണ് അവിടെ വന്നിട്ടുള്ള ലിഖിതങ്ങൾ വരുന്നത്. ഇവിടെ വന്നത് കൃത്യമായ അമണ, അതായത് ബുദ്ധ ഭിക്ഷുക്കളെ സൂചിപ്പിക്കുന്ന കൃത്യമായ വാക്ക് തന്നെയാണ് ഇവിടെ തെളിഞ്ഞു വന്നത്. അപ്പോൾ അതോടുകൂടി ബ്രാഹ്മി ലിഖിതം, ബുദ്ധിസത്തിൻ്റെ അശോകൻ ബ്രാഹ്മിയുടെ ധമ്മലിപിയുടെ സാന്നിധ്യം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന് കണ്ടതോടുകൂടി തന്നെ പല യാഥാസ്ഥിതിക സാമ്പ്രദായിക ചരിത്ര വിശാരദന്മാരും ആസ്ഥാന വിദ്വാൻമാരും ഇതിനെതിരെയുള്ള ഒരു സംഘടിത ഉപജാപങ്ങൾ തുറക്കുകയുണ്ടായി. പിന്നീട് അതിനെ തുടർന്നാണ് അവിടെ പട്ടണം സൈറ്റിൻ്റെ തൊട്ടടുത്തുള്ള നീലീശ്വരം എന്ന് പറയുന്ന അമ്പലം. നീലീശ്വരം വളരെ പ്രാചീനമായ അമ്പലമാണ്. അവിടെ ഒരു കാളയുടെ ഒരു ശില്പമുണ്ട്. അപ്പോൾ പട്ടണത്തെ നീലീശ്വരം എന്ന് പറയുന്ന പഴയ അമ്പലത്തിൻ്റെ കുളത്തിൽ നിന്നും 2012-13 കാലത്ത് ഒരു പഴയ ബുദ്ധശില്പത്തിൻ്റെ അവശിഷ്ടം കിട്ടുകയുണ്ടായി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ പകുതി തകർക്കപ്പെട്ട ബുദ്ധശില്പത്തിൻ്റെ അരയ്ക്ക് കീഴോട്ടുള്ള ഒരു ഭാഗം മാത്രമേ, പത്മാസനത്തിൽ ധ്യാനമുദ്രയിൽ ഇരിക്കുന്ന ഒരു വലിയ പീഠത്തിൽ ഇരിക്കുന്ന രീതിയിലുള്ള ബുദ്ധൻ്റെ അരയ്ക്ക് കീഴോട്ടുള്ള ഭാഗം മാത്രമേ അവിടെ കിട്ടിയിട്ടുള്ളൂ. അത് കിട്ടിയതാകട്ടെ കഴിഞ്ഞ 80-90 വർഷം മുമ്പ്, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആ കുളത്തിൽ നിന്ന് തന്നെയാണ്. പിന്നെ നീലീശ്വരം അമ്പലത്തിൻ്റെ കുളത്തിൽ തന്നെയാണ്, നീലീശ്വരം അമ്പലത്തിൻ്റെ തൊട്ട് തെക്ക് കിഴക്കായിട്ടുള്ള കുളത്തിൽ നിന്ന് തന്നെയാണ് ഈ ബുദ്ധശില്പത്തിൻ്റെ പത്മാസനത്തിൽ ധ്യാന മുദ്രയോടുകൂടി ഇരിക്കുന്ന ബുദ്ധൻ്റെ ശില്പത്തിൻ്റെ അവശിഷ്ടം കിട്ടിയത്. അപ്പോൾ അത് അന്ന് തന്നെ ഞങ്ങളൊക്കെ പോയി പരിശോധിക്കുകയുണ്ടായി. ഞാനും ഡോക്ടർ അജു നാരായണൻ ചേർന്നുകൊണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തന്നെ അതിനെക്കുറിച്ച് എഴുതുകയുണ്ടായി. പ്രൊഫസർ PJ ചെറിയാൻ തന്നെയാണ് ഞങ്ങളെ ഇതിലേക്ക്
ആകർഷിച്ചത്, ഇതിനെക്കുറിച്ചുള്ള അറിവ് തന്നത്. അപ്പോൾ ബുദ്ധശില്പങ്ങളെ പേടിക്കുന്നത് ആര് എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയിൽ 2012 ഡിസംബർ ഭാഗത്ത് ആ സമയത്ത് ലേഖനം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധശില്പം അവിടുന്ന് വീണ്ടെടുക്കപ്പെട്ടു. അതിൻ്റെ വലിയ പീഠത്തിൽ തന്നെ പല ചിത്രങ്ങളും എൻഗ്രേവിങ്സും ഒക്കെ ഉണ്ട്. മനുഷ്യരൂപങ്ങളുടെ എൻഗ്രേവിങ്, സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന മനുഷ്യരൂപങ്ങളുടെ എൻഗ്രേവിംഗ് ഉള്ള അർദ്ധ റിലീഫുള്ള ഒരു വലിയ പീഠത്തിലാണ് ഈ തകർക്കപ്പെട്ട പത്മാസനത്തെ രൂപത്തിലുള്ള ശില്പം ഇരിക്കുന്നത്. കരുമാടിക്കുട്ടനെ പോലെ, കരുമാടിക്കുട്ടനാണെങ്കിൽ പകുതി തകർക്കപ്പെട്ട രീതിയിലാണ് എന്ന് പറഞ്ഞ പോലെ ഇത് അരയ്ക്ക് മുകളിലേക്ക് പൂർണ്ണമായും തകർക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ പെഡസ്റ്റൽ പരിശോധിക്കുമ്പോൾ തികച്ചും ബൗദ്ധമായ ശില്പമാണ് എന്ന് വ്യക്തമാകുന്നു. കാരണം ജൈനമായിട്ടുള്ള ലാഞ്ചനകളില്ല, അതുപോലെ തന്നെ ധ്യാനരൂപത്തിലുള്ള പത്മാസനത്തിലുള്ള ഇരിപ്പ്. ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് അത് കേരളത്തിൽ മറ്റ് ഈ പറയുന്ന കരുമാടി, മാവേലിക്കര, മരുതൂർക്കുളങ്ങര, പള്ളിക്കൽ ഭരണിക്കാവ്, അതുപോലെ ഇപ്പോൾ കായംകുളം കൃഷ്ണപുരം പാലസിലിരിക്കുന്ന ബുദ്ധശില്പം ഇങ്ങനെ ആ ഒരു അനുരാധപുരം ശൈലിയിലാണ്. ശ്രീലങ്കയിലും കേരളത്തിലും ഒക്കെ പടർന്നിട്ടുള്ള അനുരാധപുരം ശൈലിയിലുള്ള തികഞ്ഞ ഒരു ബുദ്ധശില്പത്തിൻ്റെ അവശിഷ്ടമാണ് എന്ന് വ്യക്തമാകുകയുണ്ടായി. അപ്പോൾ അത് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അതിനെക്കുറിച്ച് എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ ആ തെളിവും കൂടി പുറത്തേക്ക് വന്നതോടുകൂടി പട്ടണം എന്ന് പറയുന്നത് തികച്ചും ബൗദ്ധമായ ഒരു പുരാവസ്തു ഇടമാണെന്നും ഏറ്റവും വലിയ തെളിവ് വന്നത് എഴുത്ത്, എപ്പിഗ്രാഫിക്കൽ എവിഡൻസ് തന്നെയാണ്. അതാണ് ഈ ധമ്മലിപിയിലുള്ള അമണ എന്നുള്ള തെളിവ് വന്നത്. രണ്ടാമത് വന്ന ഏറ്റവും വലിയ അടയാളമാണ് ഈ നീലീശ്വര അമ്പലക്കുളത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ കരയിൽ തന്നെ ഒരു ചെറിയ അരയാലിൻ്റെ തറയിൽ അത് നാഗരാജാവും നാഗയക്ഷിയും എന്ന രീതിയിൽ ഈ നിരവധി ശില്പാവശിഷ്ടങ്ങൾ കൂട്ടിവെച്ച് അതിൽ പൂവും മാലയും ഒക്കെ ചാർത്തി അങ്ങനെ ഒരു ആരാധനയ്ക്ക് പാത്രമായിരിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് പി ജെ ചെറിയാൻ സാറാണ് ഇത് യഥാർത്ഥത്തിൽ അത് തിരിച്ചറിഞ്ഞത്. അത് ഈ പറഞ്ഞ രീതിയിലൊരു ബുദ്ധശില്പത്തിൻ്റെ അരയ്ക്ക് കീഴോട്ടുള്ളൊരു ഭാഗമാണ് എന്ന് തിരിച്ചറിയുകയും ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങളത് കാണുകയും അതിനെക്കുറിച്ച് എഴുതി പ്രസിദ്ധീകരിക്കുകയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നിരവധി കേരളത്തിൻ്റെ മറച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ള, മായ്ക്കപ്പെട്ടിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ ഇത് ക്ഷേത്രക്കുളത്തിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത് പോലെ നമ്മുടെ മാവേലിക്കര ബുദ്ധ ജംഗ്ഷനിൽ ഇപ്പോൾ ഇരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ബുദ്ധശില്പം എസ് എൻ സദാശിവൻ, ഇളംകുളം കുഞ്ഞമ്പിള്ള, അതുപോലെ പി സി അലക്സാണ്ടറൊക്കെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കിട്ടിയതും ഇപ്പോഴത്തെ കണ്ടിയൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള ചെളിനിലങ്ങളിൽ നിന്നാണ്. കായംകുളത്തെ കറ്റാനത്തെ പള്ളിക്കൽ ഭരണിക്കാവിൽ ഇപ്പോൾ അമ്പലത്തിൻ്റെ വടക്ക് വശത്ത് വെച്ചിരിക്കുന്ന ബുദ്ധശില്പം അത് കിട്ടിയതാണെങ്കിൽ അവിടുത്തെ വലിയ കാവിൻ്റെ കുളത്തിൽ നിന്ന് തന്നെയാണ്, അമ്പലക്കുളത്തിൽ നിന്ന് തന്നെയാണ്. അവിടെ അതിനെ മറിച്ചിട്ട് തുണി അലക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെരിയൂർ വൈക്കം പോരാട്ട വേളയിൽ പറഞ്ഞതുപോലെ വൈക്കത്തപ്പൻ എന്ന് പറയുന്നത് വെറും കല്ലാണ്, അത് തുണി അലക്കാൻ കൊള്ളാം എന്ന് പറഞ്ഞതുപോലെ ഈ ബുദ്ധശില്പത്തെ മറിച്ചിട്ട് ആ കഴിഞ്ഞ 1000 വർഷത്തിലധികമായിട്ട് അവിടെ തുണി തിരുമ്മാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ചന്തയുടെ അടുത്ത് നിന്ന് കിട്ടിയ ബുദ്ധശില്പമാകട്ടെ തലയില്ലാത്ത തകർക്കപ്പെട്ട രീതിയിലായിരുന്നു. അതിൻ്റെ ഈ കൈയുടെ ഒരു വശത്തെ കൈയുടെ ഇടയിലൂടെ വള്ളം കെട്ടാനുള്ള ബോട്ടും വള്ളമൊക്കെ കെട്ടുന്ന ഒരു കുറ്റിയായിട്ടാണ്, വലിയ കരിങ്കൽ കുറ്റിയായിട്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നിരവധി ബുദ്ധശില്പങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു തെളിവ് പട്ടണത്തു നിന്നുകൂടി പൊങ്ങി വന്നപ്പോഴാണ് പഴയ കൊടുങ്ങല്ലൂരിൻ്റെയോ മുജിരി പത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു പോർട്ടായിട്ടുള്ള ഈ പറയുന്ന പട്ടണം തുറയിൽ നിന്ന് തന്നെ ബുദ്ധിസത്തിൻ്റെ അടയാളങ്ങൾ പുറത്തേക്ക് വന്നതോടുകൂടി അത് പൂട്ടിക്കെട്ടാനുള്ള പരിപാടികൾ ഇവിടുത്തെ യാഥാസ്ഥിതിക, ബ്രാഹ്മണിക, ഹൈന്ദവ കേന്ദ്രിതമായിട്ടുള്ള, ബ്രാഹ്മണികവും ക്ഷുദ്ര കേന്ദ്രീകൃതവുമായിട്ടുള്ള ഒരു ചരിത്ര ലോബി അവിടെ ശക്തമായി ഇടപെടുകയും അവിടുത്തെ എക്സ്കവേഷനുകളെ തടയുകയും അവിടെ ഒരു സൈറ്റ് മ്യൂസിയം തന്നെ ഉണ്ടാക്കിയതായിരുന്നു. ഇപ്പോൾ കീഴടിയിൽ വന്നതുപോലെ ഒരു സൈറ്റ് മ്യൂസിയം തന്നെ പ്രൊഫസർ ചെറിയാനൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. ആ സൈറ്റ് മ്യൂസിയം തന്നെ അടച്ചുപൂട്ടുന്ന രീതിയിലേക്ക് ആ സമ്മർദ്ദം ചരിത്ര അധിനായകന്മാരുടെ, ചരിത്ര ലോബിയുടെ, ബ്രാഹ്മണിക ക്ഷുദ്ര ചരിത്ര ലോബിയുടെ പ്രവർത്തനം ഭീവത്സമായി മാറുകയും, കാരണം ഇത്രയും ബഹുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് 10-15 വർഷത്തോളം എക്സ്കവേഷൻസ് നടന്നിട്ടുള്ളതാണ്. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകർ നേരിട്ട് വന്ന് നടത്തിയിട്ടുണ്ട്.
ബീജിങ്ങിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി ഗവേഷകർ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ തമിഴ്നാട്ടിൽ നിന്നും ഇന്ത്യയുടെ നിരവധി ഭാഗങ്ങളിൽ നിന്നുള്ള ചരിത്ര പുരാവസ്തു ഗവേഷകരും പണ്ഡിതരും വിദ്യാർത്ഥികളും ഒക്കെ അവിടെ വന്ന് താമസിച്ച് ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. ലക്ഷക്കണക്കിന് പോർട്രേറ്റ്സാണ് അവിടുന്ന് കിട്ടിയത്. പട്ടണം വെയറെന്ന് തന്നെ പറയുന്ന ഈ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, ഇന്ത്യൻ റൂളറ്റഡ് വെയർ, റോമൻ ആംഫോറ, ഗ്രീക്കോ റോമൻ പോട്ടറി, മെഡിറ്ററേനിയൻ പോട്ടറി അടക്കമുള്ള ലോകത്തിൻ്റെ വിവിധ നാഗരിക കേന്ദ്രങ്ങളുമായി ആയിരക്കണക്കിന് വർഷങ്ങളായി കേരളത്തിനുണ്ടായിരുന്ന ബന്ധത്തെ അടയാളപ്പെടുത്തുന്ന എല്ലാ അടയാളങ്ങളും, സ്ഫിങ്സിൻ്റെ അടയാളം പോലും ഒരു ബീഡിൽ നിന്ന്, ഒരു പ്രത്യേക കല്ലിൽ നിന്ന്, വിശിഷ്ട കല്ലിൽ നിന്ന്, പ്രഷ്യസ് സ്റ്റോണിൽ സ്ഫിങ്സിൻ്റെ, അതായത് അർദ്ധസിംഹരൂപത്തിലുള്ള ഒരു മനുഷ്യ സ്ത്രീ രൂപം, അതാണ് സ്ഫിങ്സ് എന്ന് പറയുന്നത്. റിഡിൽസ് ഓഫ് സ്ഫിങ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള സ്ഫിങ്സിൻ്റെ രൂപമടക്കം, അതായത് ഗ്രീക്കോ റോമൻ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ മേഖലകളുമായിട്ട് വാണിജ്യ സംസ്കാര വിനിമയങ്ങൾ നടന്നാലേ അത് ഇവിടെ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ തുർക്കിയിൽ നിന്നുള്ള ഒരു കല്ല് അങ്ങ് പോയിട്ട് ബെറണീക്കെ എന്ന് പറയുന്ന ഈജിപ്തിലെ ഒരു പോർട്ടിൽ പോയി അവിടെ നിന്നൊരു ബുദ്ധശില്പം അടുത്തായിട്ടൊക്കെ കിട്ടുകയുണ്ടായി. അപ്പോൾ ബെറണീക്കെ എന്ന് പറയുന്ന ഈജിപ്തിലെ അപ്പർ ഈജിപ്തിലുള്ള പോർട്ടാകട്ടെ, അതുപോലെ തന്നെ ഗ്രീക്കോ റോമൻ ബന്ധങ്ങളാകട്ടെ, ചൈനീസ് ബന്ധങ്ങളാകട്ടെ, ചൈനീസ് പോട്ടറികളാകട്ടെ, അറേബ്യൻ ആയിട്ടുള്ള മെഡിറ്ററേനിയൻ ആയിട്ടുള്ള നിരവധി പാത്രശകലങ്ങളാകട്ടെ, ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായിട്ട് കേരളത്തിൻ്റെ മനുഷ്യർക്ക് സാംസ്കാരിക വാണിജ്യ വിനിമയങ്ങളുണ്ടായിരുന്നുവെന്നും കേരളത്തിൻ്റെ കുരുമുളകിൻ്റെ തന്നെ ഒരു ചരിത്രം അന്തരിച്ചു പോയ നമ്മുടെ പ്രാദേശിക ചരിത്രകാരനായിരുന്ന ദളിത് ബന്ധു എൻ കെ ജോസൊക്കെ എഴുതിയതുപോലെ കുരുമുളകിൻ്റെ തന്നെ ഒരു വലിയ ചരിത്രം തെളിഞ്ഞു വരുന്ന ഒരു വലിയ വാണിജ്യ വിനിമയ സൈറ്റ് ആയിട്ട് പട്ടണം മാറുന്നു. അവിടം തികച്ചും ബൗദ്ധവും കൂടിയായിരുന്നു എന്ന് വരുന്ന ഹിന്ദു ദേവീദേവന്മാരുടെ ബിംബങ്ങളല്ല കിട്ടിയത്, മറിച്ച് ബൗദ്ധമായിട്ടുള്ള ധമ്മലിപി ആണ് അവിടെ നിന്ന്. അമണ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കീഴടിയിൽ ആദനെന്നും ഉദിരൻ എന്നും ഒക്കെ ആണെങ്കിൽ ഇവിടെ അമണ എന്ന് പറഞ്ഞാൽ ശ്രമണ, ബുദ്ധഭിക്ഷു, ബുദ്ധഭിക്ഷുണി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതും കൂടി തെളിഞ്ഞു വന്നതോടുകൂടി ഇതിനെ അടച്ചുപൂട്ടുന്ന ഒരു നിലവാരത്തിലേക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്ര ലോബി പ്രവർത്തിക്കുകയും അതിനെ രാഷ്ട്രീയ അധികാരവും സമ്മർദ്ദവും ഒക്കെ തന്നെ ഉപയോഗിച്ച് സ്വാധീനങ്ങൾ അവിഹിതമായിട്ടുള്ള ജനവിരുദ്ധമായ, സത്യനീതി വിരുദ്ധമായ, തങ്ങളുടെ അടിസ്ഥാന കടമയായിട്ടുള്ള ചരിത്ര സത്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുക എന്ന ആ പ്രാഥമിക ധർമ്മം പോലും മറക്കുന്ന തരത്തിലുള്ള നിർലജ്ജമായിട്ടുള്ള ഒരു സത്യനീതി വിരുദ്ധത കാണിക്കുകയും അതിനെ പരിപൂർണമായി അടച്ചുപൂട്ടിക്കെട്ടുകയും പട്ടണത്തെ തമസ്കരിക്കുകയും അടച്ചുപൂട്ടിക്കെട്ടുകയും അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധയെ മാറ്റുകയുമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ലോകോത്തരമായിട്ടുള്ള കേരളത്തിൻ്റെ ലോകബന്ധങ്ങളെ, കേരളത്തിൻ്റെ നാഗരിക സമുദ്രാന്തര ബന്ധങ്ങളെ, വാണിജ്യ ചരിത്രങ്ങളെ, സംസ്കാര വിനിമയങ്ങളെ, ബുദ്ധിസവും ജൈനിസവും ജൂഡായിസവും ക്രൈസ്തവീയതയും ഇസ്ലാമും ഒക്കെ ആയിട്ട് ഉള്ള ബന്ധങ്ങളെ, ലോകവിനിമയങ്ങളെ അടയാളപ്പെടുത്തുന്ന അതിൻ്റെ മൂർത്തമായ ഭൗതികമായ കൃത്യമായ പുരാവസ്തു തെളിവുകൾ BC 4-ാം നൂറ്റാണ്ട് വരെ പഴക്കമുള്ള, അതാണ് അശോകകാലത്തിനും അപ്പുറത്തേക്ക് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്തോളം പോകുന്ന ജൈനപ്പഴക്കം അടക്കമുള്ള സ്വാധീനങ്ങളെ അടയാളപ്പെടുത്തുന്ന അടരുകൾ അവിടെ ട്രെഞ്ചുകളിൽ, ഓരോ നൂറ്റാണ്ടിൻ്റെയും അടരുകൾ, CE ആദ്യ ശതകങ്ങൾ, അതിനുശേഷം BC 1, 2, 3, 4, BC 4-ാം നൂറ്റാണ്ട് വരെയുള്ള ശകലങ്ങൾ അവിടെ കാർബൺ ഡേറ്റിങ്ങിലൂടെയും ഐസോട്ടോപ്പുകളുടെ ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ തന്നെ ഡേറ്റ് ചെയ്ത് രേഖപ്പെടുത്തി കൊണ്ടുവന്നതാണ്. അത് ലോക ചരിത്ര ഇടമാണ്. ഇപ്പോൾ കീഴടി പോലെയൊക്കെ ലോകശ്രദ്ധയിൽ UN തന്നെ, യുനെസ്കോ തന്നെ സംരക്ഷിക്കേണ്ട ഒരു ചരിത്ര പുരാവസ്തു ഇടമാണ്. കാരണം കേരളത്തിൻ്റെ മാത്രമല്ല, സൗത്ത് ഇന്ത്യയുടെ മാത്രമല്ല, സംഘ സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും മാത്രമല്ല, ഇന്ത്യയുടെയും ഏഷ്യയുടെയും ലോകത്തിൻ്റെയും ചരിത്രത്തിൽ, സംസ്കാര ആശയവിനിമയത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ വലിയ നാഗരിക സാംസ്കാരിക വികാസ ചരിത്രങ്ങളിൽ, ഓഷ്യാനിക് ഹിസ്റ്ററികളിൽ, നമ്മുടെ സമുദ്രാന്തര രാജ്യാന്തര കോസ്മോപൊളിറ്റൻ ചരിത്ര തലങ്ങളിലൊക്കെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഭവിഷ്യോന്മുഖമായിട്ടുള്ള മാനവരാശിയുടെ ഒരു പൊതു പൈതൃക ഇടമാണ് യഥാർത്ഥത്തിൽ പട്ടണം. അതിനെ അടച്ചു പൂട്ടിക്കെട്ടിരിക്കുന്നത് പ്രബുദ്ധമെന്ന് പറയുന്ന, പുറമെ പറയുകയും അകത്ത് അന്ധകാരവും പാഷണ്ഡതയും നിറഞ്ഞ, തികച്ചും ബ്രാഹ്മണീയവും സനാതനവും ഹൈന്ദവവുമായിട്ടുള്ള സവർണതയുടെ മൂല്യങ്ങൾ മാത്രം ഭരിക്കുന്ന
അതിന് മാത്രം മേൽക്കൈയും നടുനായകത്വവും അധീശത്വവും ഉള്ള ഒരു കേരള സമൂഹത്തിലാണിത് സംഭവിച്ചത് എന്നുള്ളതും കൂടി ഭരണഘടനാപരമായ നിരവധി അട്ടിമറികൾ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ട്. അമിത പ്രാതിനിധ്യത്തിലിരിക്കുന്ന സവർണർക്ക് വേണ്ടി മാത്രമുള്ള സാമ്പത്തിക പാക്കേജും EWSും അടക്കം ഭരണഘടനയുടെ ആധാരമായിട്ടുള്ള ജനായത്ത പ്രാതിനിധ്യത്തിനെതിരെ പ്രാതിനിധ്യമില്ലാത്ത ജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് ഈ പറയുന്ന സാമുദായിക പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പോലും അട്ടിമറിക്കുന്ന രീതിയിൽ അമിത പ്രാതിനിധ്യത്തിലിരിക്കുന്ന ജനങ്ങളുടെ പ്രാതിനിധ്യം വീണ്ടും പെരുക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് EWSൽ നടപ്പായത്. ഹൈന്ദവ ചരിത്രത്തെയും സംസ്കൃതത്തെയും യോഗത്തെയും ഒക്കെ സ്ഥാപിക്കുന്ന ബ്രാഹ്മണികമായ ഒരു വിദ്യാഭ്യാസ ദർശനമാണ് NEP എന്ന് പറഞ്ഞ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ് 2020 പാർലമെൻറ്റിലൂടെ കൊണ്ടുവന്നു. അപ്പം അതിനുശേഷം ഇന്ത്യൻ ഫെഡറലിസത്തെ, ഇന്ത്യയുടെ മതേതരത്വത്തെ, ഇന്ത്യയുടെ മൗലികാവകാശങ്ങളെ, ഭരണഘടനാപരമായ മതസ്വാതന്ത്ര്യത്തെ, മൈനോറിറ്റി റൈറ്റ്സിനെ ഒക്കെ തകർക്കുന്ന ഓരോ നടപടികളാണ് ഈ പറയുന്ന EWSനും NEPക്കും ശേഷം പടിപടിയായിട്ട് വന്ന് വഖഫ് ആക്ടിലൂടെ ആകട്ടെ, പഴയ ഗയ ആക്ടിലൂടെ ആകട്ടെ ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ബ്രാഹ്മണിക ഹൈന്ദവ അധീശത്വ വാഴ്ച, അതിൻ്റെ ഒരു സമ്മർദ്ദ തന്ത്രമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ ആസ്ഥാന ചരിത്ര ലോബിയിലൂടെ സംഭവിച്ചത്. അവരാരും തന്നെ ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അവരാരും തന്നെ കേരളത്തിൽ നിന്ന് കിട്ടിയ ധമ്മലിഖിതങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല. കേരളത്തിലെ ബുദ്ധ പുരാവസ്തുക്കളെക്കുറിച്ച് മിണ്ടുന്നില്ല. അവരൊക്കെ ഇതിനെ പേടിക്കുകയാണ്. 2012 ഞങ്ങൾ എഴുതിയ എസ്സയിൽ പറയുന്നത് പോലെ ഈ ബുദ്ധശില്പങ്ങളെ അവർ പേടിക്കുകയാണ്, അധീശത്വം ഭയക്കുന്നു. അപ്പോൾ ബ്രാഹ്മണികവും ക്ഷുദ്രവുമായിട്ടുള്ള പൊതുബോധം, ഹൈന്ദവ സാമാന്യബോധവും പൊതുബോധവും ഏറ്റവും അധികം പേടിക്കുന്നത് വെട്ടിമൂടുകയും ഹിംസയിലൂടെയും വംശഹത്യയിലൂടെയും അടിച്ചമർത്തി ഈ തല തകർത്ത് അല്ലെങ്കിൽ പാതി വെട്ടി കരിമാടിക്കുട്ടനെ പോലെ നീലീശ്വര അമ്പലക്കുളത്തിൽ നിന്ന് കിട്ടിയ ആ പറഞ്ഞ ബുദ്ധൻ്റെ പാതി തകർന്ന ശില്പം പോലെ അങ്ങനെ ചവിട്ടി വെട്ടി മൂടിയ ദളവാക്കുളം പോരാട്ടത്തിലെ പോരാളികളെ 200 പേരെ പാതി ജീവനോടുകൂടി ചവിട്ടി താഴ്ത്തിയതുപോലെയുള്ള അത്രയും ഭീകരമായിട്ടുള്ള വംശഹത്യാപരമായ മർദ്ദനങ്ങളും ദമനങ്ങളും തമസ്കരണങ്ങളും ഇപ്പോഴും വീണ്ടും കണ്ണടച്ചിരട്ടാക്കുന്ന അത്തരം അനീതികളും അസത്യങ്ങളും ആവർത്തിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ സവർണ ചരിത്ര ആസ്ഥാന ലോബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അധികകാലം നിലനിൽപ്പില്ല എന്ന് അവർക്ക് തന്നെ അറിയാവുന്നതാണ്. കാരണം സത്യത്തെയും നീതിയെയും കൂടുതൽ കാലം ഈ രീതിയിൽ മറച്ചു വയ്ക്കാനാവില്ല എന്ന് ബുദ്ധവചനം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ഭരണഘടനയുടെ മുഖ്യവാസ്തുശില്പിയായിട്ടുള്ള ബാബാ സാഹേബ് അംബേദ്കർ ആണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ബുദ്ധിസത്തെ വീണ്ടെടുക്കാൻ തൻ്റെ ജനത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അടിസ്ഥാന ജനത, ദളിത് ബഹുജനങ്ങൾ ഏത് തലം വരെ പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും നിതാന്ത ഭീഷണിയാണ് ഈ സ്മൃതിശ്രുതി പുരാണങ്ങൾ എന്ന് പറയുന്ന, പ്രത്യേകിച്ചും വൈദിക വേദാന്ത സനാതന പാഠങ്ങൾ. ഈ പറഞ്ഞ രാമായണവും ഭാഗവതവും മഹാഭാരതവും മനുസ്മൃതിയും ഒക്കെ അടങ്ങുന്ന പാഠങ്ങൾ, ഇവ യഥാർത്ഥത്തിൽ ജനായത്ത മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നും ഇത് ഭരണഘടനയ്ക്ക് തന്നെ ഘടകവിരുദ്ധമാണെന്നും ഇതിനെ ഡൈനമൈറ്റ് വെച്ച് തകർത്താലല്ലാതെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ജനായത്ത മൂല്യങ്ങളും പുലരുകയില്ല എന്ന മുന്നറിയിപ്പ് തന്നതും അംബേദ്കറാണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജനങ്ങൾ, ബഹുജനങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ, ചിന്തയിലൂടെ, നൈതിക വിചിന്തനത്തിലൂടെ മാറി വരുന്നതോടുകൂടി മാത്രമേ ഇത്തരം വലിയ തമസ്കരണങ്ങളും വലിയ ഹിംസകളും ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയൂ എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്.